പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. തിന്മയിൽ നിന്നുള്ള മോചനത്തിന്റെ ദിവസമാണ്, സർപ്പത്തിനെ തലതകർത്ത ദിവസമാണ്. അത് ഓർത്തിട്ട് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും തിന്മകളുടെ മേൽ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിലെ സർവ്വ സന്തോഷത്തോടെ ഈ സുപ്രഭാതത്തിലെ അമരോത്ഭവ തിരുനാളിൻ്റെ വലിയ ദിവസം അങ്ങയുടെ മക്കളെ ഞാൻ അങ്ങയുടെ സ്ത്രീവായിൽ ആശീർവദിക്കുന്നു. കർത്താവെ, സർപ്പത്തെ തല തകർത്ത അതിനുവേണ്ടി ദൈവത്തിൻ്റെ മനസ്സിലെ അപ്പയുടെ മനസ്സിൽ ജനിച്ച മാനസപുത്രിയാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അപ്രതിരോധ്യമായ മാധ്യസ്ഥ ശക്തിയാണ്. ആ അമലോത്ഭവത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അങ്ങയുടെ ഈ പ്രാർത്ഥന നടക്കുന്നത്. കർത്താവേ, അനേകം കുടുംബങ്ങൾ ആഭിചാരത്തിന് തിന്മകളിൽ പെട്ടിട്ടുണ്ട്. അനേകം ശത്രുക്കൾ വിഴുങ്ങിയിട്ടുള്ള കുടുംബങ്ങളുണ്ട്. ഒരു കാരണമില്ലാതെ ദുരുദ്ദേശത്തോടുകൂടി ശത്രുക്കളുടെ ശ്വാസം മുട്ടിച്ച് ജീവിക്കാൻ പൊറുതി മുട്ടിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടുന്ന് വിറ്റുചുട്ട് പോകാൻ വേണ്ടി അവരെ ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ശുദ്ധജീവികളെ വിട്ടും ആഭിചാരം ചെയ്തും ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട്. മക്കളെ ഉപദ്രവിക്കുകയും അവരെ കളിയാക്കുകയും അങ്ങനെ പലതരത്തിൽ ഇവിടുന്ന് പോകാൻ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന പപ്പ മക്കളുടെ മുമ്പിൽ നിസ്സഹായം നിൽക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അമ്മേ, സർപ്പത്തിൻ്റെ തലയെ തകർത്ത് നിൻ്റെ കൈകൾ നിൻ്റെ കാലുകൾ ഇങ്ങനെയുള്ള തകർക്കപ്പെട്ട കുടുംബങ്ങളിലെ ശത്രുദോഷമുള്ള കുടുംബങ്ങളിലെ മറ്റു തരത്തിലുള്ള അപരാധികളും പെട്ട് മറ്റുള്ള ഞെരിക്കുന്ന കുടുംബങ്ങളിലെ അമ്മയുടെ കാല് പെടണം. ശത്രുക്കളുടെ തല തകർക്കപ്പെടുകയും അതേസമയം തന്നെ നിൻ്റെ നീതിക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി കഴിയുന്ന മക്കൾ ദൈവനാമത്തിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അമലോത്ഭവമാതാവിനെ എല്ലാ പീഡിത കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് നിങ്ങളുടെ രോഗങ്ങൾ, പീഡകൾ, നിങ്ങളുടെ പ്രലോഭനങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, ഞെരുക്കങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ, വസ്ത്രം, സ്ഥലം, വീട്, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളും ഇല്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ ജീവിതം, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, സമാധാനം ഇല്ലാത്തവർ,
വീട്ടിൽ ആലങ്കലപ്പെട്ട് കിടക്കുന്ന ജീവിതം, ഇങ്ങനെ ജീവിത പങ്കാളി കിട്ടാത്തവർ, അവർ മക്കൾ ഇല്ലാത്തവർ, ഇങ്ങനെ എല്ലാ വല്ലായ്മക്കാരെയും ഈ അമലോത്ഭവ ദിവസം ഈ സർപ്പങ്ങളെല്ലാം, ഈ തിന്മകളെല്ലാം മാതാവിൻ്റെ ചവിട്ട് കൊണ്ട് തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഭൂസ്വലോക രാജ്ഞിയായി മുട്ടിത്തെറിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രാജകീയ ശക്തിയായി നിന്റെ കുടുംബത്തെ ഭരിക്കട്ടെ. അമ്മേ, സൈന്യാധിപേ, സൈന്യങ്ങളുടെ മാതാവായ അമ്മേ, ഈ എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കണമേ. നിന്റെ മേലങ്കിയാൽ അയാളുടെ മക്കളെ സംരക്ഷിക്കണമേ. അമലോത്ഭവത്തിൻ്റെ ആത്മീയ ശക്തിയാൽ നിങ്ങളുടെ തിന്മകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ അവശതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മളിന്ന് വായിക്കുന്ന സുവിശേഷം ഉൽപ്പത്തി പുസ്തകം 3:15. നീയും സ്ത്രീയും തമ്മിലും 13:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇത് എനിക്ക് ഏറ്റവും എല്ലാപ്പോഴും ഇഷ്ടപ്പെട്ട വചനമാണിത്. കാര്യം ഇത് പുതിയ നിയമം മുഴുവനും ഇത് ഒറ്റ വചനത്തിലാണ്. ഇങ്ങനെ ഒരു ആണിക്കല്ല് വചനം എന്ന് പറയും, അടിസ്ഥാന വചനമാണ്. അതായത് അപ്പായുടെ മനസ്സിൽ അമ്മ ജനിക്കുന്ന ഒരു മുഹൂർത്തമാണിത്. അപ്പ വിശ്വസിച്ച ഒരു സ്ത്രീവർഗം, അതിലൂടെ പുരുഷവർഗവും തീർച്ചയായിട്ടും ദൈവഹിതത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും അകന്നുപോയും കൃപ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ആത്മീയമായി മരിച്ചുപോയ ഒരു സാഹചര്യം. അവിശ്വസ്തയുടെയും വഞ്ചനയ്ക്ക് അകപ്പെട്ടും തിന്മകളിലേക്ക് കുപ്പുകുത്തിയ മനുഷ്യ പ്രകൃതിയുടെ ദുരാവസ്ഥകൾ ഭയങ്കരമായിട്ട് ബൈബിൾ അവതരിപ്പിക്കുകയാണ് ഈ പ്രതീകങ്ങളിലൂടെ. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിൽ അപ്പയുടെ സ്നേഹം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് എന്താണ്? അമ്മയുടെ ജനനം. എന്താണ്? എന്നെ അനുസരിക്കുന്ന ഒരു മകള് ഏത് കുരിശ് കിടന്നാലും മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമാകാൻ മനുഷ്യപ്രകൃതിയെ ദൈവം വരേണ്ടി വന്നാൽ ആ കുരിശ് സർവാനുമനായി ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കുരിശ് ചുവട്ടിലെ ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ദൈവഹിതം നിറവേറ്റുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലെ, യഥാർത്ഥ ദൈവ പൈതലെ അപ്പയുടെ മനസ്സിലെ സ്വപ്നമാണ് അമ്മ. അതുകൊണ്ട് തന്നെയാണ് ഈശോയും അപ്പയും കൂടി അമ്മയുടെ ശിരസിൽ കിരീടം വെക്കുന്ന മഹാകാഴ്ചകൾ കലാകാരന്മാരും കാണിച്ചു തരുന്നത്, ഭൂസ്വലോകം രാജ്ഞിയായി അമ്മ മുടിപ്പിക്കപ്പെടുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ആദ്യമകാരി ഇപ്പം വാസ്കോ ഡി ഗാമയും അതുപോലെ എല്ലാ കപ്പലോട്ടക്കാരും അവരുടെ കപ്പലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നത്, അവർക്ക് ഒരു സ്ഥലം അറിയാൻ പറ്റില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല, ഏത് കാര്യത്തേക്ക് എത്തുമോ തിരിച്ചു വരുമോ ഒന്നൊന്നും അറിയത്തില്ല. പക്ഷേ കപ്പലിൻ്റെ ഫ്രണ്ടിൽ, വാസ്കോ ഡി ഗാമയുടെ കപ്പലിൻ്റെ ഫ്രണ്ടിൽ മാതാവിൻ്റെ അമലോത്ഭവ മാതാവിൻ്റെ രൂപമാണ് വെക്കണം. അങ്ങനെ ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചരിത്രത്തിലൊക്കെ എല്ലാം സംസ്കരിക്കാൻ നോക്കും. അവർ ബിസിനസ്സിന് വന്നതാണ്. ആ ബിസിനസ്സിൻ്റെ പേരിൽ പിന്നീട് അവർ ആ ബിസിനസ് എല്ലാ രാജ്യങ്ങളിലുള്ളവരെല്ലാം ചെന്നിട്ട് എല്ലായിടത്തും യുദ്ധം തന്നെ ചെയ്തിരിക്കണത്. എൻ്റെ ആരും പ്രത്യേകിച്ച് ആരും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട കാര്യം ചരിത്രത്തിൽ കണ്ടെക്കേണ്ട കാര്യമില്ല. ആരെല്ലാം ഇവിടെയെല്ലാം പോയിട്ടുണ്ട് അവരെല്ലാം യുദ്ധം ചെയ്യുകയും തങ്ങളുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ചേർത്ത് നിൽക്കാൻ കഴിയുള്ളവരടുത്ത് നിന്ന് വില പോകത്തില്ല, ചേർത്ത് നിൽക്കാൻ പറ്റാത്തുള്ളവർ സന്തോഷത്തിൽ സ്വീകരിക്കുന്നവരുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ പക്ഷേ എൻ്റെ പോയിൻ്റ് അതല്ല. എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് സാഹസികമായ യാത്ര, ലോകത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു യാത്രയാണ്. ആ യാത്രയുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? അമലോത്ഭവ മാതാവാണ്. അത് അവരുടെ വിശ്വാസമാണ്. വാസ്കോ ഡി ഗാമയുടെ നെഞ്ചിൽ ഒരു പ്ലേറ്റാണ് സ്വർണ്ണത്തിൻ്റെ പലക, അതിന്മേൽ അമലോത്ഭവ മാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാമുദ്രി എടുത്ത് വന്നപ്പോൾ സാമുദ്രിക്ക് കുറച്ച് സ്വർണവും ഒക്കെ പോർട്ടുഗീസ് രാജാവ് കൊടുത്തു വിട്ടായിരുന്നു. അതൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഈ ചെവി തിന്ന ആൾക്കാർ പറഞ്ഞ് ആ നെഞ്ചത്ത് കിടക്കണ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വർണ്ണമാണെന്ന് വിചാരിച്ചൊരു സാമുദ്രി അത് ചോദിച്ചു. കേരളപ്പഴമേൽ ഗുണ്ടേട്ടൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ സാമുദ്രിയോട് ഈ അമലോത്ഭവ മാതാവിനെ കൊത്തി വെച്ചിരിക്കുന്ന ഈ സ്വർണ്ണ പ്ലേറ്റാണ്, മരത്തിൽ പ്ലേറ്റാണ് ചോദിച്ചത്. അത് സ്വർണ്ണമാണെന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. അപ്പോൾ വാസ്കോ ഡി ഗാമ പറയും ഇത് തരികയിലെന്ന് ദുഫാഷിയുടെ കൂടെ പറഞ്ഞു. ഈ ഭാഷ തർജ്ജമ ചെയ്യുന്ന ആളോട് പറയും ഇത് തരികയില്ല. എന്താ കാര്യം? ഇത് സ്വർണ്ണമല്ല, ഇത് സ്വർണ്ണമായാലും തരത്തില്ല. കാര്യം സ്വർണ്ണത്തേക്കാൾ വിലയുണ്ട്. ഇവളാണ് ഞങ്ങളെ കടലിൽ വെച്ച് രക്ഷിച്ചത്, അമലോത്ഭവ മാതാവ്. അപ്പോൾ അവിടെയൊക്കെ വിശ്വാസം അതാണ്. അവരൊക്കെ ഈ ലോകത്തിൽ ഇന്ന് ജയിച്ചവരാണ് ചരിത്രത്തിൻ്റെ പുരുഷന്മാരുടെ ഉണ്ടെങ്കിൽ അതിന് പിന്നിലെല്ലാം എല്ലാ വിജയത്തിന് മുമ്പിൽ ഒരു സ്ത്രീയുണ്ട്.
ക്രിസ്തുവിൻ്റെ ആയാലും വാസ്കോ ഡ ഗാമയുടെ ആയാലും എല്ലാം. അതായത് നമ്മളെ മാതാവിൻ്റെ മധ്യസ്ഥം സത്യസന്ധമാണ്. മാതാവിൻ്റെ മധ്യസ്ഥം എന്തിനുള്ളതാണ്? യേശുവിൻ്റെ ജീവിതം ജീവിച്ച് സാക്ഷ്യമാകാനുള്ളതാണ്. അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും ക്രിസ്തുവിനെ കൈമാറുന്നവർക്കും മാതാവ് കൂടിയേ തീരത്തുള്ളൂ. എന്താ കാര്യം? മാതാവാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചതും, മാതാവാണ് വയറ്റിയിട്ട് വളർത്തിയതും, മാതാവാണ് വീട്ടിൽ നിർത്തി വളർത്തിയതും, മാതാവാണ് പരസ്യവിധത്തിൽ കൂടെ പോയതും. കുരിശിൻ്റെ ചുവട്ടുവരെ നിന്നിട്ട് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞ ആ വാക്ക് രക്തത്തിൽ ചവിട്ടിരുന്ന് പാലിച്ച അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥം മാതൃകയുമാണ്. അമ്മയുടെ മധ്യസ്ഥം അപ്രതിരോധ്യമാണ്. ദൈവത്തിന് പോലും അമ്മയുടെ മധ്യസ്ഥം പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമയമായില്ലെന്ന് പറഞ്ഞിട്ട് പോലും കർത്താവ് സമയമാക്കി അമ്മയുടെ വാക്ക് ബഹുമാനിച്ചത്. അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന ക്രിസ്തുവും അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന അപ്പനോടുള്ള കാലം മറിയം മധ്യസ്ഥം ലോകത്തെ ഭരിക്കും, നിങ്ങളെയും നമ്മളെയും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സുള്ള യേശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഇത് ഒരു ദൈവസ്നേഹമാണ് ശരിക്കും. എന്താണ്? നിത്യതയുടെ ദൈവീകമായ രക്ഷാകര പദ്ധതിയാണ് യേശുവിൻ്റെ പദ്ധതി. നമ്മുടെ ഭൗതികമായ ജീവിതമായ അടിസ്ഥാന ആവശ്യങ്ങൾ ആരാണ്? അതിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആരെയാണ്? പരിശുദ്ധ അമ്മയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ നിത്യതയെക്കുറിച്ച് യേശുവിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് അനുദിന ജീവിത ആവശ്യങ്ങളും യേശുവിനെ കണക്ട് ചെയ്യണത്. അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് യേശുവിനെ കണക്ട് ചെയ്യണത്. അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് സ്വർഗത്തിൻ്റെ നടപടിക്രമം അനുസരിച്ച് ശരിക്കും പരിശുദ്ധ അമ്മയെയാണ് കാനായിലെ കല്യാണത്തിൽ ദൈവം ശരിക്കും ഈ വിഷയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യണത്? ഉടമ്പടി നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ചെയ്യണത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈശോനോടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? കാനായിൽ എന്താണ് സംഭവിച്ചത്? ഒരു അത്ഭുതം ഉണ്ടാകാനുള്ള കാരണം എന്താ? സമയത്തിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. ഒരു മിറക്കലിലേക്ക് നയിക്കണത് എന്താണ്? ഒരു വിഷയം ഒരു അത്ഭുതത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? ഒരു വിഷയം. ഇപ്പോൾ കാനായിൽ വീഞ്ഞ് തീർന്നു പോയി, അതൊരു വിഷയമാണ്. അത് അത്ഭുതത്തിലേക്ക് പോകാൻ കാരണം എന്താണ്? സമയമാകാതിരുന്നത് കൊണ്ടാണ്. അതിൻ്റെ യേശുവിൻ്റെ സമയം ആകാതിരുന്നത് കൊണ്ടാണ്. ഈശോ പറഞ്ഞില്ലേ, അത് എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് അത് ക്ലോസ് ചെയ്യണം. പക്ഷേ അമ്മയാണ് ഇവിടെ മധ്യസ്ഥം വഹിക്കുന്ന കാരണം ഈ ഫയൽ അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ആകത്തില്ല, എഴുതി തള്ളപ്പെടത്തില്ല. അതാണ് വിഷയം. ഞാനങ്ങനെ ഇടയ്ക്ക് നമ്മുടെ പുസ്തകത്തിലുണ്ട്. അത് ആ സമയത്ത് പത്രോസാണ് അത് ആവശ്യപ്പെട്ടതെങ്കിൽ മിക്കവാറും അവിടെ അത്ഭുതം നടക്കത്തില്ല. അതാണ് പ്രശ്നം. കർത്താവ് പത്രോസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, നീ മാനുഷിക കാര്യങ്ങളുടെ ആളാണ്, ദൈവിക കാര്യങ്ങളുടെ ആളല്ലെന്ന്. ഈ സംഭവം കേട്ടാൽ അപ്പോൾ തന്നെ നടക്കത്തില്ലത്. പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. അപ്പോൾ ഈശോക്കതൊക്കെ പറയാനൊക്കെ അറിയാം. നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല എന്ന് പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. വേണമെങ്കിൽ അമ്മയോടും പറയാം. എന്താണ്? അവർക്ക് വീഞ്ഞില്ലെങ്കിൽ ഒരു വായ്പ വാങ്ങിക്കട്ടെ, എവിടെയെങ്കിലും പോയി. അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കാം. അവർക്ക് വീഞ്ഞില്ലെങ്കിൽ അടുത്ത വീട്ടിലെ കടയിലെ പോയി ഒരു വിലക്ക് വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കാം. പക്ഷെ അതല്ല, അങ്ങനെയുള്ള ഭാഷ അമ്മയോട് പറയാൻ കൊള്ളത്തില്ല. പത്രോസാണെങ്കിൽ ഈശോ പറഞ്ഞുതരാം. എനിക്ക് കാര്യം മനസ്സിലായാ? മരിയൻ ഉടമ്പടി
മരിയൻ ഉടമ്പടി സ്പേസ് എന്നാണെന്ന് പറയുകയാണ്. ഇപ്പോൾ ഈശോ അപ്പോസ്തലന്മാരോട് ഈശോയോട് പത്രോസ് ഈശോയോട് പറയുന്നതാണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. പാഷൻ പ്രഡിക്ഷൻസ്, പീഡാനുഭവ പ്രവചനങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ പത്രോസിനോട് ഈശോ എന്താ പറഞ്ഞത്? നീ സാത്താനെ പിറകി പോവുക. നീ എന്താ ചെയ്യണത്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ പത്രോസാണ് ഇവിടെ കണ്ടെച്ചും വീഞ്ഞ് തീർന്നു പോയില്ല കർത്താവ് എന്ന് പറയണമെങ്കിൽ മിക്കവാറും ചെകുത്താനെന്ന് ഇവിടെ കിട്ടിയില്ല. എന്താ കാര്യം? നേരെ പറയും, നീ മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. അതിനേക്കാൾ വ്യക്തമായിട്ട് ഇവിടെ ഒത്തിരിക്കും. എന്താണ്? പത്രോസ് അന്വേഷിക്കുന്ന മാനുഷിക കാര്യങ്ങളാണല്ലോ, വീഞ്ഞിൻ്റെ കാര്യമാണല്ലോ, കുടിക്കാൻ തിന്നുകയും ചെയ്യുന്ന കാര്യമാണ് അവൻ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ലെന്ന് ഈശോയ്ക്ക് പറയാം. പക്ഷേ ഇവിടെ ഈശോയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ചോദിച്ച ആൾ പത്രോസ് അല്ല. അതാണ് പ്രശ്നം. നമ്മൾ എന്ത് പറയുന്നു എന്നനുസരിച്ചത് ആണ് ചോദിച്ചിരിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തി. ഇപ്പം മനസ്സിലായില്ലേ അമ്മയും പത്രോസും തമ്മിലുള്ള വ്യത്യാസം? അമ്മ ചോദിച്ചത് കൊണ്ടാണ് ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു മറുപടി വരാഞ്ഞത്. എന്താണ്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ലെന്ന്. കാര്യം അമ്മയോട് ആ ഭാഷ പറയാൻ പറ്റത്തില്ല. അമ്മയോട് എന്ത് ഭാഷയൊക്കെ പറയണമെന്ന് ഈശോക്കറിയാം. ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയെ നീയെന്ന് വിളിച്ചെന്ന്, അമ്മയെ സ്ത്രീയെന്ന് വിളിച്ചെന്ന്. പക്ഷെ അമ്മ ആരാണെന്നും അമ്മയോട് എന്ത് ഭാഷയാണ് പറയേണ്ടതെന്നൊക്കെ ഈശോക്കറിയാം. അമ്മ നീയെന്ന് ഈശോ വിളിച്ചെങ്കിലും അമ്മയെ സ്ത്രീയെന്ന് വിളിച്ചെങ്കിലും ദൈവത്തിൻ്റെ ആയിട്ടുള്ള ദൈവികമായ കാരണങ്ങളുണ്ട്. അതറിയാത്തോളം കാലം നമ്മളിതുപോലെ പൊട്ടം പോകേണ്ട പോലെ ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കും. പക്ഷേ അമ്മ ആരാണെന്നും അമ്മയോട് എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാൻ പാടില്ലാത്തതെന്നും ഈശോയ്ക്കറിയാം. ഈശോ പത്രോസിനോട് പറഞ്ഞ പോലെ അമ്മയെ നീ മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ല എന്നൊന്നും പറഞ്ഞില്ല. സമയത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? ചെയ്യാൻ സന്മനസ്സുണ്ട്. ഈശോയുടെ സന്മനസ്സ് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് ഫ്ലാറ്റായിട്ട് ഡിനൈ ചെയ്യണില്ല, ചെയ്യത്തില്ല എന്നല്ല പറയണത്. ചെയ്യാൻ സന്മനസ്സുണ്ട്, പക്ഷേ പിതാവ് കൽപ്പിച്ച സമയമായിട്ടില്ല. അത് പൊളൈറ്റ്നെസ്സാണ്, പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത് അവിടെ. എന്താണ്? ചെയ്യാൻ എനിക്ക് സന്മനസ്സുണ്ട്. അമ്മ പറഞ്ഞാൽ ചെയ്യാൻ എനിക്ക് സന്മനസ്സുണ്ട്, പക്ഷേ പിതാവ് കൽപ്പിച്ച സമയമായിട്ടില്ല. അപ്പോൾ ഈ അപേക്ഷ നേരെ ഈ ഫയൽ പിതാവിൻ്റെ ടേബിളിലേക്ക് ടെക്നിക്കലായിട്ട് പോവുകയാണ്. പിന്നെ അവിടേക്ക് അമ്മയ്ക്ക് പ്രൊവിഷനില്ല, അവിടെ എൻട്രി ഇല്ല. അത് ഈശോയും അപ്പായും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ്. പക്ഷെ അവിടെ എൻട്രി വന്നതാണ് അമ്മയാക്കണത്. പിതാവിൻ്റെ വിഷയമാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ചുകൂടി ഈസിയാണ്. എന്താ കാര്യം? പിതാവായ ദൈവത്തിൻ്റെ മകളാണ് അവൾ. അവിടെയാണ് വിഷയം വന്നത്. പിതാവിൻ്റെ മേശപ്പുറത്തേക്ക് ഫയൽ പോകുകയാണെങ്കിൽ കുറച്ചുകൂടി അമ്മയ്ക്ക് ഈസിയാണ്. എന്താ കാരണം? അവൾ പിതാവായ ദൈവത്തിൻ്റെ മകളാണ്. അപ്പോൾ വിഷയം മാറി. അതോടുകൂടി ഈ പിതാവിൻ്റെ മേശപ്പുറത്തേക്ക് ഫയൽ പോയതാണ് കാനായിലെ കുടുംബം രക്ഷപ്പെടാൻ കാര്യം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ ഓൾ ഓൺ എ സഡൻ ഇപ്പോൾ കൃപാസന ആൾക്കാരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഇന്നും വിശ്വസിക്കണില്ല അമ്മ അത് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണെന്ന്. ആ വിഷയത്തെക്കുറിച്ച് പിതാവിനോട് അമ്മ ഡിസ്കസ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഈശോയും അപ്പായും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും അമ്മയെ സമയഘടികാരവുമായി ഈ ആൾക്കാരെ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയത്. നമ്മുടെ എല്ലാ ഈവൻറ്റുകളും പിതാവായ ദൈവവും അതിൽ പരിശുദ്ധാത്മാവും അതുപോലെ തന്നെ ഈശോയും ഉണ്ട്. മക്കൾ മനസ്സിലാക്കണം. ഞാൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് മുഴുവൻ അമ്മ മാതാവിൻ്റെ മുഴുവൻ വിഷയമാണല്ലോ ഇതെന്ന്. അല്ല, അമ്മയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും പിതാവ് അവിടെ കക്ഷിയാണ്, ഈശോ അവിടെ കക്ഷിയാണ്, പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ പേഴ്സണെ പോലെ കൂടെ നിൽക്കുന്നതാണ്. ഇതെല്ലാം കൂടുന്നതാണ് നമ്മുടെ ഒരു ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം. ശ്രുതികട്ടെ ഹല്ലേലൂയ. എഴുന്നേറ്റ് ശ്രുതികട്ടെ. വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേ വാഴ്ത്തിപ്പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ചതിയുടെ മനസ്സുള്ള ശിഷ്യനോട് എങ്ങനെ അപ്പം നീ പങ്കുവച്ചു? ചതിയുടെ മനസ്സുള്ള ശിഷ്യനോട് എങ്ങനെ പാദം കഴുകി തുടച്ചു? നീ തള്ളി പറഞ്ഞിടുമെന്നറിഞ്ഞിട്ടും നിന്റെ ശരീരം
സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ നെഞ്ചതിൽ കൈവച്ച് വളരെ അഭിഷേകത്തിൻ്റെ ഒരു നല്ല സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കളിപ്പോൾ ആയിരങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നീ എന്നോട് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനൊക്കെ നെഞ്ചിൽ കൈവെപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, വൃഷങ്ങളിലുണ്ടാകുന്ന മുഴകളെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഈശോ അറിയിച്ചിട്ടുണ്ട്. കർത്താവ്, അങ്ങനെയുള്ള രോഗികളെല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ്. ശരീരത്തിൽ ആകപ്പാടെ മുഴയും സിസ്റ്റമുള്ളവരെ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധി ഞാൻ കൊണ്ടുവരുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവത്തിൻ്റെ സന്ധിപ്പും സഹായവും ചെയ്യാനുള്ള ആഗ്രഹത്തിന് വേണ്ടി ദൈവം കാനായിൽ കൊണ്ടുവന്ന് അമ്മയെ പ്ലേസ് ചെയ്തിരിക്കുകയാണെന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. അമ്മയുടെ ഇഷ്ടപ്രകാരം വന്നതല്ലെന്നും ദൈവത്തിന് ഒരു കുടുംബത്തെ കാലാതീത കാലത്തോളം കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സഹായിക്കാൻ സന്മനസ്സുള്ളത് കൊണ്ട് നിത്യജീവന് വേണ്ടി മാത്രം യേശുവിനെ നൽകിയിരിക്കുകയും മനുഷ്യൻ്റെ അനുദിന ആവശ്യങ്ങൾക്ക് ആശ്വാസം പകരാൻ ദൈവത്തിൻ്റെ സന്മനസ്സിൻ്റെ പദ്ധതിയുടെ ആളുരൂപമാണ് പരിശുദ്ധ അമ്മയെന്നുള്ള സ്വർഗീയ വെളിപ്പാടിലെ കർത്താവെ ഞങ്ങൾ നന്ദി പറഞ്ഞു. കർത്താവെ, ഇപ്പോഴാരെല്ലാം എവിടെയെല്ലാം ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിലെ അവരുടെ ഉടമ്പടി എടുത്തവരാണെങ്കിൽ ഉടമ്പടി വിഷയങ്ങളിലും ഉടമ്പടി എടുക്കാനിരിക്കുന്നവരെ ഉടമ്പടി എടുക്കാതിരിക്കുന്ന വിഷയങ്ങളിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിലെ ദൈവശക്തിയാൽ എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതാവശ്യങ്ങൾ ദൈവത്തിരുസ്ഥന പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അടയാളങ്ങൾ അവർക്ക് അനുഭവിക്കുകയും അവർ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുകയും ചെയ്യട്ടെ. എനിക്കു നൽകാം എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാം എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാര മനസ്സും യേശുനാഥാ. നിന്റെ ശരീരം എനിക്കു നൽകാം എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാം എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കട്ടെ. പ്രിയമുള്ള, ഇതുപോലെ വിശപ്പും അതുപോലെ തന്നെ വിശപ്പിൻ്റെ വിഷയവും കാലമാകാത്ത ഒരു അവസ്ഥയും ബൈബിള് വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ഭക്ഷണക്കാര്യമാണല്ലോ കാനായിൽ നടന്നത്. കാനായിൽ നടന്നത് എന്താണ്? ഒരു ഭക്ഷണക്കാര്യമാണ്. പക്ഷേ കുഴപ്പം എന്താ? കാലമായിട്ടില്ല കർത്താവിൻ്റെ. അമ്മയുടെ മധ്യസ്ഥത്തിൽ ആകാത്ത കാലം ആക്കിയെടുക്കുന്നതാണ്. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നമ്മുടെ ആകാത്ത കാലം ആക്കിയെടുക്കും. നടക്കാത്ത കാര്യം നടക്കുന്നതിന് വേണ്ടി അമ്മയുടെ മധ്യസ്ഥത്തിൽ ഏതാണ്ട് 2400ഓളം സാക്ഷ്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. 10,000-20,000 സാക്ഷ്യങ്ങളാണ് നമുക്കൊരു വർഷം കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം അത്രയും സ്പീഡാണ്. അപ്പം ഞാനവർക്ക് 20,000 പേരല്ല ഉടമ്പടി ചെയ്യണത്. ഇവർക്ക് എന്നാ പറ്റിയത്? കുറേ അണ്ണന്മാരെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ വരത്തില്ല. അങ്ങനെ ഉണ്ട്. അവർക്ക് വെച്ച് തന്നെ ഞാൻ പറയാം, അവർ അപകടത്തിലാണ്. അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ആലപ്പുഴ വരത്തില്ല. എന്താ കാര്യം? സാക്ഷ്യം പറയാൻ എങ്ങാനും പറഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ പറയാനുള്ള ഒരു ചമ്മല്. എന്താണ്? ഈ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് അവരുടെ ക്രെഡിറ്റിലാണ് അവർ വകവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ചില അമ്മമാരില്ലേ, മൾക്ക് 90 മാർക്ക് കിട്ടാൻ വേണ്ടി വന്ന് അങ്ങനെ തന്നെ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 90-ന് 91 കിട്ടും. ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമേ, അമ്മ സഹായിക്കുന്നതാണ്. പക്ഷെ ജയിച്ച് കഴിയുമ്പോൾ അമ്മ ഉടനെ
ഇവിടെ സാക്ഷ്യം പറയത്തില്ല. പക്ഷേ അവരുടെ പള്ളികളിലൊക്കെ നടന്ന് അവരുടെ ഇടവക പള്ളിയിലൊക്കെ നാത്തൂനോടും ആൻറ്റിയോടും അനിയത്തിയോടും ഒക്കെ പറയും. എന്താണ്? പിന്നെ വെറുതെ അല്ല 91 മാർക്ക് കിട്ടിയത്, ഞാൻ അവളുടെ കൂടെ കണ്ണിൽ ഈർക്കലും വെച്ച് കട്ടൻ ചായം കുടിച്ച് കുത്തിയിരുന്നിട്ടാണ്. എങ്ങനെയുണ്ട് പരിപാടി? മാതാവ് ഞൊട്ടി ഇല്ലേ? ഇതാണ് സംഭവം. ഇതാണ് ഈ അണ്ണന്മാരെ ഓർഡർ തമ്മാവ ആളറിയാവെന്ന് പറയുന്നത്. അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ക്രെഡിറ്റ്, അവരുടെ സ്വന്തം ക്രെഡിറ്റായ സാക്ഷ്യം ദൈവത്തിന് കൊടുക്കാതെ, മഹത്വം കൊടുക്കാതെ. നിങ്ങൾക്കറിയാമല്ലോ, സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നൊരു വിഷയം എന്താണ്? അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ വിഗ്രഹങ്ങൾക്ക് കൊടുത്തു. അതാണ് സംഭവം. ഉടമ്പടിയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ തെറ്റതാണ്. എന്താണ്? നിങ്ങൾ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഈ അനുഗ്രഹം സാക്ഷ്യത്തിലൂടെ അതിൻ്റെ മഹത്വം ആർക്ക് കൊടുക്കേണ്ടതാണ്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമാണ്. ദൈവത്തിന് കൊടുക്കാത്ത മഹത്വം ചിലപ്പോൾ സ്വയം എടുത്ത് മഹത്വത്തിൻ്റെ ഉടുപ്പിട്ടുകൊണ്ട് നെളിഞ്ഞു വെച്ച് നടക്കും. നമ്മുടെ ബോബനും മോളിയും നടക്കണ പോലെ ചില പണ്ടത്തെ ടോംസിൻ്റെ കാർട്ടൂണില്ലേ. അപ്പോൾ അവരുടെ പ്രശ്നം എന്നത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ. ചില ആൾക്കാർ ആരോടും പറയത്തില്ല, മിണ്ടത്തില്ല. മിണ്ടാതിരിക്കുമ്പോൾ തന്നെ സൈലൻ്റ് ഗ്ലോറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ കാര്യം? മറ്റുള്ളവർ പറയും നല്ല ബുദ്ധിയുള്ളവനാണ്, രക്ഷപ്പെട്ട്, അവൻ്റെ അവൻ്റെ ആത്മാർത്ഥതയാണ്, അവൻ്റെ പരസഹായമാണ്, അവൻ്റെ മറ്റുള്ളവരുള്ള കാരുണ്യമാണ്. അവൻ്റെ കാരുണ്യമല്ലേ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യണത്. നിങ്ങൾ ആശുപത്രിയിൽ പോണതും രോഗികളെ കണ്ടത് അപ്പാപ്പനെ കുളിപ്പിച്ചതൊക്കെ ആൾക്കാർ കണ്ടതാണ്. നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ ഈ ഉടമ്പടി എടുത്തായിട്ട് അവർ നാട്ടുകാർക്ക് അറിയത്തില്ലല്ലേ, നിങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ നാട്ടുകാരെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. ശരിയാണ്, അവൻ്റെ കാരുണ്യ പ്രവൃത്തി, അവൻ്റെ ആ പഴയ ആളല്ലവൻ. അവനിപ്പോൾ ആകപ്പാട് മാറി, വഴിയില്ല, കുടിയില്ല, അവനിപ്പോൾ രക്ഷപ്പെട്ട്. അവനെന്താണ്? അവൻ ഇന്നാളും കുറേ പത്രം കൊണ്ടൊക്കെ വിതരണം ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് അവനത് കൊണ്ടുപോയി ആശുപത്രിയിൽ പോയി രോഗികൾക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ആളങ്ങനെ മാറിപ്പോയി. ഇത് നീ കേൾക്കുന്നുണ്ട്. നിനക്ക് ജോലി കിട്ടിയതിൻ്റെ വകുപ്പാണ് ഈ പറയണത്. ക്രെഡിറ്റ് ആർക്ക് കിട്ടി? നിനക്ക് നാട്ടുകാർ തന്നപ്പോഴും നീ മിണ്ടിയില്ല. അതായത് മൗനമായിട്ട് മഹത്വമാണ് ചെയ്യുന്ന ആൾക്കാർ. ഉടമ്പടിയുടെ ഒരു പ്രത്യേക വർഗം ജീവികളാണ് മൗന മഹത്വക്കാർ. കാര്യം അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയം നാട്ടുകാർ നിനക്ക് തന്നിട്ടും നീ ദൈവത്തെക്കുറിച്ച് നീ മിണ്ടിയില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഓൺ ഔട്ടായി പോകും. കാര്യം നമ്മളെ മഹത്വം എന്ന് പറയുന്നത് ഗ്യാരണ്ടിയാണ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സാധനം അടിച്ച് കയറ്റണം വിചാരിച്ചോ? വെറുതെ ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടൊരു കാര്യമില്ല. സേവ് ചെയ്യണം. സേവ് ചെയ്താൽ പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ആ ഫയൽ എടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നിനക്ക് കിട്ടിയ അനുഗ്രഹത്തെ നീ കർത്താവിനെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ അത് സേവായി, ഗ്യാരണ്ടിയായി. അനുഗ്രഹത്തെ ഗ്യാരണ്ടി ചെയ്യണത് അനുഗ്രഹത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്ക് കിട്ടിയ മുഴുവനും സാക്ഷ്യങ്ങള്, അനുഗ്രഹങ്ങള് അങ്ങയുടേതാണെന്ന് ഏറ്റുപറയാനുള്ള വിനയവും കൃപയും എനിക്ക് നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സും യേശുനാഥാ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ പിന്നെന്ത് ചെയ്യും? നിങ്ങൾ സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? വിഗ്രഹത്തിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണുന്ന വിഷയം ആണ് വിഗ്രഹം. ചിലപ്പോൾ നീയാണെങ്കിൽ ആ മഹത്വം നിനക്ക് കിട്ടും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ, കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ആ മഹത്വം വിഗ്രഹത്തിന് കൊടുക്കും.
ബൈബിൾ വിഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാച്ചു വലിക്കുന്ന സംഭവത്തിന് മാത്രമല്ല, ദ്രവ്യാഗ്രഹത്തിനും വിഗ്രഹമാണ്. പക്ഷേ ബേസിക്കായിട്ട് ബിബ്ലിക്കൽ തിയോളജിയിൽ ഒരു ഐഡോളട്രി എന്ന് പറയണത് എന്താ സംഭവം? എന്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അയാൾ വിഗ്രഹമാണ്. ഒന്നാം സ്ഥാനം. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞായറാഴ്ച നമ്മൾ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴുണ്ട് എന്ത് പറ്റും? ആങ്ങള കാനഡയിൽ നിന്ന് വരും. അപ്പോഴാണ് അവൻ വെട്ടി തൂക്കി പിടിച്ച് നമ്മുടെ വീട്ടിൽ വരണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവനെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മകന് PR എടുക്കാനുള്ള എല്ലാ സംവിധാനവും അവനവിടെ ചെയ്തിട്ടാണ് വരണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇവിടെ നീ ഒന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പത്തന്നെ സാരി കഴിച്ചിട്ട് അവന് വേണ്ടി കോഴിയുടെ തല വെട്ടണ പരിപാടിക്കാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായില്ല ആരാണ് വിഗ്രഹമെന്ന്? അപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് ഇറങ്ങിയ ആളാണ്. മകന് PR ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ കാനഡയിൽ ചെയ്തിട്ട് അവൻ ലീവിന് ആങ്ങളെ വീട്ടിൽ വന്നപ്പോൾ ആ കുർബാനയ്ക്ക് സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു. ഇവിടെയാണ് പ്രശ്നം വരണത്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചുമ്മാ കൈവെക്കുമ്പോൾ അറിയാൻ പറ്റും ഫ്രോഡ് ക്രിസ്ത്യാനി ആരാണെന്ന്. അതായത് നമ്മൾ ദൈവത്തിന് അവിടെ എന്താ സംഭവം? ഇവിടെ മകനെ നീ ഞങ്ങളുടെ കൂടെ വാ, കുർബാനയ്ക്ക് വാ. കുർബാനയ്ക്ക് ഇപ്പോൾ എത്ര നാളെ കുർബാന കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നീ ടയർഡ് നീ കടന്നോ, ഞാൻ ആരെങ്കിലും വിളിച്ച് വീട്ടിലുള്ള ആളെ ഏൽപ്പിച്ചിട്ട് കുർബാനയ്ക്ക് നമ്മൾ പോകും. അപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കായി? കർത്താവിനായി. നമ്മളിതെല്ലാം ഇതാണ് ഐഡോളട്രി എന്ന് പറയുന്നത്. ആ കുർബാനയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കാനഡയിൽ വന്ന് ആങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ ദ്രവ്യാഗ്രഹമാണ്. അവൻ നമ്മുടെ മകനെ കൊണ്ട് രക്ഷപ്പെടുത്തും. അവനവിടെ പോയി നല്ല ശമ്പളത്തിലാകും. അപ്പോൾ ആ ദ്രവ്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതാണ് ബൈബിൾ പറയണത് ദ്രവ്യാഗ്രഹമാണെന്ന്. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം. യാക്കോബ് പറയണില്ലേ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം. അപ്പോൾ ഒരു വിഷയത്തിന് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ദൈവത്തിനല്ലാതെ വ്യക്തികൾക്കോ വിഷയത്തിനോ കിട്ടിയാൽ എന്താ പറ്റും? ചിലർ ഇവിടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ അച്ഛാ ഞാൻ ആ രാജ്യത്ത് പോകത്തില്ല. എന്താണ്? അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് സാധ്യതയില്ലെന്നും. അതാണ് അവരുടെ ബുദ്ധി. അപ്പോൾ അവരെന്താ വിശുദ്ധ കുർബാന കിട്ടാൻ സാധ്യതയില്ല. നമ്മുടെ ഇന്ത്യയിലെ ഒരു മേഘാലയയിൽ എങ്ങോട്ടോ ഒരു സ്ഥലത്തേക്ക് പോകാൻ നേരത്തെ കൗൺസിൽ ചെയ്തപ്പോൾ പറഞ്ഞ് അച്ഛാ എനിക്ക് മേഘാലയ ജോലി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സ്ഥലമാണ് അവിടെ, അതായത് ഉത്തർപ്രദേശിൻ്റെ താഴെപടിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ തിരക്കിയത് കുർബാനയ്ക്കും അല്ല പള്ളി എവിടെയെങ്കിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ പറഞ്ഞൊരു 10-55 കിലോമീറ്ററുള്ള ഒരു പള്ളിയില്ല. അയ്യോ എനിക്ക് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ പ്രശ്നം? അതാണ് സംഭവം. അതാണ് വിശ്വാസി എന്ന് പറയണത്. പിന്നെ കുർബാന നാട്ടിൽ വന്ന് കൂടിയാലും മതി, ജോലിയല്ല വരുന്നതെന്ന് പറയുമ്പോൾ ജോലി വിഗ്രഹമായി. എൻ്റെ മക്കളെ, ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ചാലഞ്ചാണ്. എപ്പോഴും ഇങ്ങനെ പ്രലോഭനം. ഇത്തരക്കൊരു പ്രലോഭനവും ഇല്ലല്ല. ഇതിന് പ്രലോഭനം എന്ന് കേൾക്കുമ്പോൾ സെക്സ് എന്നാണ് തലയിൽ കയറിയിരിക്കുന്നത്. കാരണം സെക്സ് തന്നെയാണ് തലയിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. അതൊന്നും അല്ല പ്രലോഭനം എന്ന് പറയണത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്തിന് വേറെ എന്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് അപഹരിച്ചാലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഒരു സ്ഥലം, നമ്മുടെ ആധ്യാത്മികത്തിനും ആത്മാവിനും സ്ഥാനം കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എത്തിയാൽ, ഇഫ് യു ഡോണ്ട് ഫീൽ എനി ഗ്രിറ്റ്, നിങ്ങൾ വിഗ്രഹാരാധകനാണ്. നിങ്ങൾക്ക് അതുകൊണ്ടൊരു വിഷമം തോന്നണില്ലെങ്കിൽ നിങ്ങളൊരു പ്രഖ്യാപിത വിഗ്രഹാരാധകനാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഒരു വിഷയം, അതിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രാധാന്യപ്പെട്ട് നിങ്ങൾ ആകർഷിച്ച് പോയിട്ട് നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നണില്ലെങ്കിൽ നിങ്ങളൊരു പ്രോംഡായിട്ടുള്ള ഒരു ഐഡൽ വർഷിപ്പുകാരനാണ്, വിഗ്രഹാരാധകനാണ്. ഒന്ന് അനുതാപപ്പെടുക. കർത്താവായ ദൈവമേ, നെഞ്ചത്ത് കൈവെക്കുക. കർത്താവായ ദൈവമേ, ഈ പറഞ്ഞു കേട്ടതുപോലെ ഞാൻ അങ്ങയ്ക്ക് ഒന്നാം സ്ഥാനം തരാതെ മറ്റു പല വിഷയങ്ങൾക്കും വ്യക്തികൾക്കും എനിക്ക് തന്നെയും ഒന്നാം സ്ഥാനം കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ മടങ്ങി വരാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ അനുതാപത്തിലേക്ക് വഴി നടത്തണമേ. അനുതാപം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് എന്നെ വഴി നടത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. കാൽവരി വഴിയും
കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സുള്ള യേശുനാഥാ, അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സുള്ള യേശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. Praise the Lord. Praise the Lord. ഇതുപോലെ സ്വയം മഹത്വത്തിലേക്കും നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മുടെ മഹത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ വിജയത്തെ നമ്മളുടെ മഹത്വത്തിലേക്കുമെല്ലാം വകമാറ്റി ചെലവഴിച്ചവരെ അനുതാപപ്പെട്ടുകൊണ്ട് തിരിച്ചു വരണം. ഉടമ്പടിക്ക് എപ്പോഴും ഉള്ള ഒരു രീതി, ദൈവം ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി ചെയ്ത വ്യക്തികളെ അനുതാപത്തിന് വേണ്ടി അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ചിലരത് ഉൾക്കൊള്ളും, അവർ തിരിച്ചു വരും. പക്ഷെ 1/3 ബൈബിളിൽ തിരിച്ചു വരണത്. 2 ദൈവത്തോട് മറുത്ത് നിൽക്കും, മറുതലിച്ച് നിൽക്കും. അങ്ങനെ ഉടമ്പടിയെ അനുസ്മരിപ്പിച്ച ഒരാളാണ് സക്രിയ. കർത്താവ് അയാളെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളയാളെ കൊന്നുകളഞ്ഞു, പക്ഷെ കാര്യമില്ല, രക്തത്തിന് ഞാൻ പകരം ചോദിക്കുമെന്ന്. ഉടമ്പടി തെറ്റിച്ച് അതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിട്ടായിരുന്നു ദൈവം. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ വന്നത് അങ്ങനെയാണ്. ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ നിങ്ങളും ദൈവവും തമ്മിലുള്ള അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി വിട്ടതാണ്. സന്ദർശനമെന്ന് പറയും. ക്രിസ്തുവും അങ്ങനെ വന്ന ആളാണ്. സന്ദർശിക്കാൻ ഉടമ്പടി എടുത്ത ആൾക്കാരുടെ മാനസിക ജീവിതാവസ്ഥ എന്താണ് എന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്ന ആളാണ്. ലാസ്റ്റ് വന്ന ആളാണ് ക്രിസ്തു. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം ഇപ്പം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ 19:44 ലൂക്കാസ് വിശേഷം. ഇപ്പം ഉടമ്പടി എടുക്കണവരെ സന്ദർശിക്കാൻ വേണ്ടി വരും. ഉടമ്പടി എടുത്തവരെ ദൈവം സന്ദർശിക്കും. കാര്യം ഉടമ്പടി മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു അവകാശ ബന്ധമുള്ളൂ. വേറെ ഒരു ബന്ധം ദൈവം ആരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എബ്രാഹുമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടിയാണ്, യാക്കോബിനോടുകൂടി ഉടമ്പടിയാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മോസസ് വഴി ഉടമ്പടി ഉണ്ടാക്കി, ജോഷുവ വഴി ഉടമ്പടി ഉണ്ടാക്കി. ഉടമ്പടി അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ന്യായാധിപന്മാരുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നറിയാൻ വേണ്ടി പ്രവാചകന്മാരുണ്ട്. അങ്ങനെ വന്നൊരാളാണ് സക്കറിയ. എന്നിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ഇതുപോലെ വിഗ്രഹങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡോളട്രി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വയമായിട്ട് ഏറ്റെടുക്കുന്നതിനാണ് ഐഡോളട്രി എന്ന് പറയുന്നത്. ഇങ്ങനെ പലപ്പോഴും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അവരുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ മക്കളുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആരുടെങ്കിലും പാർട്ടിക്കാരുടെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാർ ദൈവം മാറ്റിയത് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ദൈവത്തിൻ്റെ മഹത്വം അങ്ങോട്ട് എഴുതി തള്ളിയിട്ട് മറ്റുള്ളവരുടെ പെള്ളിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ട് അവിടെ ദാസ്യ വേല ചെയ്യും. അതിന് ഐഡോളട്രി എന്ന് പറയണത്. അങ്ങനെ വരുമ്പോൾ ദൈവം ഇടയ്ക്ക് ഇത് ഓർപ്പിച്ച് തരും, നിങ്ങൾ ഐഡോളട്രിയിലാണ്. അങ്ങനെ ആരെങ്കിലും ഓർപ്പിക്കാൻ വന്നാൽ ഇസ്രായേൽ ജനം അനുദപിച്ചിട്ട് അവർ ചാക്കൊടുത്ത് ചാരം പൂശിയിട്ട് ആ ഉടമ്പടിയോട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് വീണ്ടും ഉടമ്പടി പുതുക്കുവർ. ചിലർ ഓർപ്പിക്കാൻ വന്നവരെ കൊന്നുകളയും. അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ട ആളാണ് സക്രിയ പ്രവാചകൻ. 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിലെ 24-ാം അധ്യായം 18-ാം വാക്യത്തിൽ സക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 24-ാം അധ്യായം 18-ാമത്തെ വാക്യം. സക്രിയ ഉടമ്പടി ഓർപ്പിക്കാമെന്നാണ്. പക്ഷേ സക്രിയയെ അവർ കല്ലെറിഞ്ഞ് കൊന്നു കളഞ്ഞു. പക്ഷേ എല്ലാവരും വിചാരിച്ച് സക്രിയ അടക്കി കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നില്ല എന്ന്. പിന്നെ എത്രയോ കൊല്ലം കഴിഞ്ഞാണ് കർത്താവ് വരണത്. അപ്പം സക്രിയയുടെ പുസ്തകം എടുത്ത് വായിക്കും. നിങ്ങൾ പണ്ടൊരാളെ ഉടമ്പടി അനുസ്മരിക്കാമെന്ന ഒരാളുടെ കഥ കഴിച്ചില്ലേ? അവൻ്റെ കാര്യം കണക്കെൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. നിങ്ങൾ കല്ലെറിഞ്ഞ് കൊന്ന സക്രിയയുടെ രക്തം തൊട്ട്
ബലിപീഠത്തിന് വെച്ച് വധിക്കപ്പെട്ട വ്യക്തിയുടെ രക്തം വരെ ഈ തലമുറ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. കാര്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ നമുക്ക് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടില്ല. മാതാപിതാക്കന്മാർ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായവരാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല, നമ്മളൊന്നും കൊടുത്ത് വാങ്ങിച്ചതല്ല. ആ സൗജന്യ ദാനമാണ്. ആ സൗജന്യ ദാനത്തിന് എളിമയോട് വിനയത്തോടെ നിന്നുകൊണ്ട് അപ്പം തന്ന സ്വത്തിനെ ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കണം. അല്ലാതെ അത് ചൂത് കളിച്ചും നമ്മുടെ കൈ അനങ്ങാതെ വാങ്ങിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് ചില ആൾക്കാർ ദൂർത്തടിക്കും. അങ്ങനെ പന്നിക്കൂട്ടത്തിൽ പോയ ആൾക്കാരെ തിരക്കിയാണ് പ്രവാചകന്മാരും ന്യായാധിപന്മാരും വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ചില ആൾക്കാരെ കൊന്നുകളഞ്ഞു. പക്ഷേ അവർ വരുമ്പോഴവരെന്താ പറയണത്? നിങ്ങൾ റിട്ടേൺ ചെയ്യണമെന്നേ പറയത്തുള്ളൂ, മടങ്ങി വരാൻ പറയും. ഉടമ്പടി എപ്പോഴും ഉടമ്പടി എടുക്കുന്നവർ ശ്രദ്ധിക്കണം. അത് മടങ്ങി വരാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വരമാണ് ഉടമ്പടി. ഏതെങ്കിലും കാരണവശാൽ ദൈവത്തെ അറിയാതെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ ശേഷി കൊണ്ടോ ശേമിഷ് കൊണ്ടോ പൗന്നത്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഓർമ്മശക്തി കൊണ്ടോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ പഠിച്ച് മിടുക്കനായതുകൊണ്ട് നേടിയെടുത്തതാണെന്ന്. ഇപ്പം ചിലർ പറയത്തില്ലേ, നീ എന്താണ് അപ്പനെ വിളിക്കാത്തത്? അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, ഞാൻ ജോലി വാങ്ങിച്ചു. അപ്പം എല്ലാം ഞാൻ അപ്പനോട് ഉള്ള പ്രതികാരത്തിന് കണക്ക് തീർക്കാൻ വേണ്ടി ഇളയപ്പൻ്റെ മക്കൾക്ക് പൈസ അയച്ചു കൊടുക്കും. അപ്പോഴും അപ്പന് പൈസ അയച്ചു കൊടുക്കത്തില്ല. അപ്പനെ പാഠം പഠിപ്പിക്കുകയും. ഇങ്ങനെ കുറേ കുരങ്ങന്മാരുണ്ട്, അപ്പനെ പാഠം പഠിപ്പിക്കുന്ന പരിച്ചാരികൾ. നിങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും? കാര്യം അപ്പൻ എൻ്റെ സ്ഥാനത്തുനിന്ന് അപ്പൻ നിനക്ക് ചുക്കിന് കാശ് തന്നില്ലെങ്കിലും ദൈവം അപ്പൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. എന്താണ്? നിന്നെ ജനിപ്പിച്ചതിന് ഉത്തരവാദി അവനാണ്. അവനെയാണ് നിന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അതിൻ്റെ സ്ഥാനത്ത് അവൻ നിൽക്കുന്നത്. ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു കർമ്മത്തിലാണ് നീ ജനിച്ചിരിക്കുന്നത്. അപ്പം അപ്പനോടോ അമ്മയോടോ അവരൊന്നും നമുക്ക് തന്നില്ലെങ്കിലും നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറയണത്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആ പഴയ ദൈവബന്ധത്തിലേക്ക് വരികയും മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് കാണുന്ന സഭാശ്രേഷ്ഠന്മാർ, അതുപോലെ തന്നെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, മുതിർന്നവർ പോലും നമ്മൾ ഒരു അനുരഞ്ജനമാക്കി മാറുകയും. എന്താണ്? ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ വ്യക്തികളോടും ദൈവത്തോടും ഐക്യപ്പെടുത്തുന്നു. ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. സ്തുതികട്ടെ, സ്തുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ വലിയ പദ്ധതി ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു. എല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശരീരം മുഴുവൻ ചുവന്ന നിറം, ബ്രസ്റ്റിനുൾപ്പെടെ ചുവന്ന നിറം. പക്ഷെ ഇങ്ങനെ തൊലിയെല്ലാം മാറിയിട്ട് ഇടത് ബ്രസ്റ്റിൻ്റെ കണ്ണ് വരെ ഇങ്ങനെ ചുവന്ന് നിർത്തിയിരിക്കുകയാണ്. ത്വക്ക് രോഗം പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, അതിനേക്കാൾ മോശമായ എന്ത് രോഗമാണ്. തൊലി പൊളിഞ്ഞു പോയിട്ട് ചുവന്നിരിക്കുന്ന വ്യക്തിയെ ഇടതുവശത്ത് ബ്രസ്റ്റിനെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു. രോഗമുള്ളവരെ അവരുടെ ശരീരഭാഗങ്ങളിൽ കൈവെക്കണം. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ ഒരു സഹോദരൻ ഒരു സാക്ഷ്യം പറഞ്ഞു. അതായത് നടുവേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. അയാൾ നടുവിന് ഈ സമയം കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഇതുപോലുള്ള ആരാധന സമയമാണ്. അയാൾ ഡേറ്റ് വരെ പറയുന്നു. കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ അയാൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്.
2020 സംഭവിച്ച ഓൺലൈൻ പ്രാർത്ഥനയിലെ ഒരു സാക്ഷ്യമാണ്. ഇപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ആ നടുവിൻ്റെ രോഗവും അസ്ഥിയുടെ ചിഹ്നവും എല്ലാം ആ നിമിഷം അങ്ങ് സുഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ ഈ കയ്യൊപ്പ് പ്രാർത്ഥന കർത്താവ് അങ്ങ് അംഗീകരിച്ച അടയാളങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ധൈര്യമായിട്ട് പകരം നിൽക്കുന്നവരാണെങ്കിൽ കൃപാസനത്തിൽ വന്നതുപോലെയുള്ള അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ഉദരരോഗമുള്ള ഒരു ഉദരത്തിൽ കൈവെക്കണം. കണ്ണിന് കരികരിപ്പും കാഴ്ചയും തിമിരവും ഒക്കെ ഉള്ള കട്രാക്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ണിൽ കൈവെക്കണം. ചെവിപ്പഴുപ്പുള്ളവർ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കരുവടമ്പടി ഈ പ്രാർത്ഥന നടക്കണ എവിടെയാണ്? അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവ്യാൾത്താറയിലെ ഈശോയുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ആ ഒരു ബോധം നിങ്ങൾക്ക് കയ്യൊപ്പ് പ്രാർത്ഥനക്കാർക്ക് ഉണ്ടാകണം. വെറുതെ മുടി കൊഴിഞ്ഞു പോയിട്ട് തലയൊട്ടി വരുന്നത് കാണുന്നുണ്ട്. അവർ ശിരസ് കൈവച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതെല്ലാം തിരിച്ചു വരും. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. ഇങ്ങനെ മുള്ള് പോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി പുറത്തേക്ക് തന്നെ കാണിക്കുന്നുണ്ട്. കാര്യം മുള്ളല്ല അത് ശരിക്കും പറഞ്ഞാൽ. നമ്മളിങ്ങനെ എന്തോ ഒരു കുന്തം ചെറുതായിട്ടിങ്ങനെ നമ്മുടെ വിരലിനേക്കേണ്ട നാലിലോ ഇങ്ങനെ ഒരു ക്യാപ്സൂൾ ഗുളികയില്ലേ, അതിൻ്റെ വണ്ണത്തിൽ എന്തോ സാധനം ഇങ്ങനെ ശരീരത്തിന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ബോഡി ഉൾപ്പെടെയാണ്. അപ്പോൾ അതൊക്കെ തൊട്ടാൽ ബലമായിട്ട് തോന്നുന്നു. അപ്പോൾ അതൊക്കെ പേടിയാണ് അവർക്ക്. ഇത് ക്യാൻസർ ആകുമോ, ആശുപത്രി പോകാതൊക്കെ ഇരിക്കും ചിലപ്പോൾ പേടിച്ചിട്ട്. ആ വ്യക്തി കർത്താവ് അങ്ങനെ ഉന്തി നിൽക്കുന്ന സ്ഥലത്ത് കൈവെക്കാൻ പറയുന്നുണ്ട് ഈശോ. കർത്താവേ, ഈ സമയത്ത് ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അനേകം മക്കൾ ഇപ്പോഴും നിന്നെ ആശ്രയിച്ചു. അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. മുതുകിന് മുഴുവനും ഇങ്ങനെ ചൊറിഞ്ഞ് തിണർത്ത് ത്വക്ക് രോഗമായി കിടക്കുന്നവരുണ്ട്. അവർക്ക് മുതുകിന് ഇങ്ങനെ കൈ പുറത്തേക്കെടുത്ത് വെക്കാവുന്നതാണ്. സ്ത്രീയാണത് കാണിക്കുന്നത്. ചിലപ്പോൾ വർഷങ്ങളോളം നീരും എപ്പോഴും മുതുകത്ത് നീര് കെട്ടുന്ന ആളാണ്. നീര് കെട്ടി കല്ലച്ചു പോയ വ്യക്തികളാണ്. അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവ്, ഈ കൈകളെല്ലാം ജനങ്ങൾ അവരവരുടെ ശിരസ്സിൽ വെച്ചിരിക്കുന്ന കൈകളെല്ലാം അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം ആക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ കൈ എടുക്കരുത്, അവിടെ തന്നെ കൈവച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഏത് സ്ഥലത്തായാലും എല്ലാ രോഗങ്ങളെയും കർത്താവ് ഏറ്റെടുക്കുകയാണ്. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ അഭിഷിക്തന് ഇപ്പോഴേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാറാത്ത മഴക്കാലമെല്ലാം ചോരുന്നവരുണ്ട്. വാർത്ത വീട് പോലും ചോരുന്നവരുണ്ട്. വെള്ളത്തിൽ വീട് മുങ്ങിക്കിടക്കുന്നവരുണ്ട്. മുറ്റത്തുനിന്ന് വെള്ളം മാറാത്തവരുണ്ട്. ഈ അകൃത്യത്തിൽ നിന്ന് എങ്ങനെയും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നരകമാണെന്നും പറഞ്ഞുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാത്തിനും നീ കൈപിടിച്ച് ഉയർത്തി വിടണേ. പത്രോസിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തവനാണ് നീ. കർത്താവ്, ഇതുപോലെ ജീവിതത്തിൻ്റെ നിരാശയിൽ ആരും സഹായിക്കാനില്ല, പണമില്ല, സഹായിക്കാനില്ല, അതിന് ബുദ്ധിയില്ല, സ്വാധീനമില്ല, അതിനുള്ള സംവിധാനവും സാഹചര്യവും ഒന്നുമില്ലാത്തവർ 38 വർഷം ആരും ഇല്ലെന്നും പറഞ്ഞ് കർത്താവ് കിടപ്പിൽ കിടന്നുപോയ മകൻ്റെ അടുത്തേക്ക് വന്നവനാണ് നീ. ആ കാരുണ്യം കർത്താവേ, ഇപ്പോഴും നീ പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ യാചിക്കുന്നു. കൃപാസന അൾത്താറെ നീ സ്വർഗം കർത്താവേ, അമ്മ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയ സ്വർഗത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ കാരുണ്യത്തിൽ അങ്ങോട്ട് യാചിക്കുന്നു. കർത്താവേ, നിവൃത്തിയില്ലാത്തവനെ ഇപ്പം നീ കൈപിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും സഹായമില്ലാത്തവർ കർത്താവ് ജയിലിൽ കിടക്കുന്നവരുണ്ട്. കർത്താവ്, ഇപ്പം തെറ്റായ ചിലപ്പോൾ അന്യായമായി ജയിലിൽ കിടക്കുന്നവരുണ്ട്. അന്യരാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്നവരുണ്ട്. അവരുടെ കാര്യം പുറത്തു പോലും അറിയാത്തവരുണ്ട്. അറിയുന്നവർ പല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ഒക്കാത്തവരുണ്ട്. എല്ലാവരെയും കർത്താവ് ആ ജയിലുകൾ ഇപ്പം തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിൻ്റെ കരുണ അവരുടെയൊക്കെ ആവശ്യിക്കട്ടെ. ജോലിയില്ലാതെ താമസിക്കുന്നവർ, ജോലിയില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവർ, വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർ, കർത്താവേ, എല്ലാ തരത്തിലും തലവേദന അനുഭവിക്കുന്നവർ, മക്കളെക്കുറിച്ച് വിഷമം അനുഭവിക്കുന്നവർ, മക്കളുടെ തെറ്റായ പ്രണയബന്ധത്തിൽ കുടുങ്ങിപ്പോയതിൻ്റെ വിഷമം അനുഭവിക്കുന്നവർ,
അനുഭവിക്കുന്നവർ, മക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടവർ, മക്കളുടെ താന്തോന്നികളായിട്ട് തോന്നിവാസം പറയുമ്പോഴുണ്ടാകുന്ന ചങ്ക് പതർച്ചയിൽ വേദനിക്കുന്നവർ, അവരെല്ലാം തിരുരക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ജീവിതത്തെ കർത്താവെ, സാമ്പത്തിക കടങ്ങളാൽ കർത്താവെ എങ്ങനെ വീടും, എങ്ങനെ ഒരു ജീവിക്കും, എങ്ങനെ പക്ഷിക്കാരനും ജീവിക്കും, എങ്ങനെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോലും മാന്യമര്യാദയായിട്ടും അഭിമാനം നഷ്ടപ്പെടാതെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാതെ വല്ലാണ്ട് തകർന്നു പോകുന്ന മക്കൾ കർത്താവെ, ഇപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഉടമ്പടി എടുക്കാതിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, എടുത്തുപോരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവത്തിൻ്റെ സാക്ഷികളായി മാറാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തിൽ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മാരക രോഗങ്ങൾ തീരെ വേദനകൾ ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ.